സെൻട്രലിൻ്റെ ട്രെയിൻ കയറി 8:05 നമ്മുടെ ട്രെയിൻ ഇൻ്റർസിറ്റിയാണ്. 12:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് സ്പേസിലെത്തും. അവിടെ ചെന്നിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വെച്ച് ബാക്കി കറങ്ങാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് സ്പേസിലെത്തി. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോവാണ് കേട്ടോ. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട് ഇന്ന്. ഇവിടുന്ന് ഒരു 3 മിനിറ്റ് നടക്കാനുള്ളതാണ് ഞങ്ങൾ എടുത്തേക്കുന്ന സ്റ്റേ. അഫിന്തക്കമാരെ എന്നാണ് സ്റ്റേൻ്റെ പേര്. അപ്പോൾ 4 മണിക്കാണ് ചെക്കിന്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 11:30 ആകുമ്പോഴത്തേക്കും വരുമെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി 12 മണിക്ക് ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് പോകുകയാണ് കേട്ടോ. അവിടെ പുള്ളിക്കാരത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുവാണ്. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. ഇതായിട്ട് ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങൾ 3 പേരായതുകൊണ്ട് ഇവർ 2 ബെഡ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഡബിളും ഒന്ന് സിംഗിളാണ് കേട്ടോ. പിന്നെ ഈ റൂമും അപ്പുറത്ത് തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. നല്ല രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈ സ്റ്റേഷനിലൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് കഴിക്കാനുള്ളതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോഫി ആക്കാൻ വേണ്ടിയിട്ടുള്ളതും സാധാ ഹോട്ടലിൽ പോകുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വാഷ്റൂം. ഈ റൂമിൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാഷ്റൂമാണ്, സ്പേസ് ഉണ്ട്. സ്റ്റേ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ആക്ച്വലി സെൻറ്ററിൽ നിന്നുള്ള വ്യൂ. ഇത് സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുക. ഒരു 2:30 ആയി ഓൾറെഡി സമയം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മോണ്ടേരോസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോയി ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നല്ല ബീച്ചിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ബീച്ചിൽ കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം തിരിച്ച് ലാസ്റ്റ് പ്ലേസിലേക്ക് തന്നെ വരാനായിട്ട് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു, ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി 2 ലസാനിയും പാസ്തയും ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി. കാരണം ഇറ്റലി സ്ഥലത്ത് തന്നെയല്ലേ, അപ്പോൾ ഇറ്റലിയൻ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ലസാനിയും പാസ്തയും ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് വന്നു. ഞാനൊരു കറുണാര പാസ്ത ഓർഡർ ചെയ്തേ. ഇത് ലസാനിയ, പിന്നെ ഇതും പാസ്ത, സീ ഫുഡ് പാസ്തയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെച്ചിട്ട് മോണ്ടേറോസിലേക്ക് പോവാണ്. അപ്പോൾ ലാസ്റ്റ് പ്ലേസിൽ നമ്മൾ ട്രെയിൻ എടുത്തു മോണ്ടേറോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ മോണ്ടേറോസിലേക്ക്. മോണ്ടേറോസിൽ ബീച്ചിൽ പോയിട്ട് വൈകുന്നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾ മോണ്ടേറോസിൽ എത്തി ഓൾറെഡി. താഴെ ബീച്ച്. ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങാൻ കുറച്ചിങ്ങനെ കണ്ടേച്ചിട്ട് ബീച്ചിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണേ. കാലാവസ്ഥ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് മേലോട്ട് കുറച്ച് കയറി വന്നു കേട്ടോ. ഇവിടെ ഫാൻസസിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഈ കാണുന്നത്. ഇത് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട്. താഴെ ബീച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ
ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ച് റൂമിൽ വന്നൊന്ന് ഫ്രഷായി കുളിച്ച് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ റൂമിന് താഴെ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉച്ചയ്ക്ക് ഇറ്റാലിയൻ ഫുഡ് പാസ്തയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് രാത്രിക്ക് ഇറ്റാലിയൻ ഫുഡ് വേണ്ടാന്നൊരു തോന്നലായിരുന്നേ. അപ്പോഴാണ് ഞങ്ങളിവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ പിന്നെ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ടയേർഡായേ. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് പോയി കിടക്കാമല്ലോ, റെസ്റ്റ് എടുക്കാൻ വേണ്ടി. നല്ല വൈബുണ്ട് കേട്ടോ രാത്രിയിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം കൂടി ഇതിൽ കൂടി ഇങ്ങനെ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇനിയിപ്പം റൂമിൽ പോയി ഉറങ്ങി നാളെ രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് ഞങ്ങൾ റിയോ മജിയോറിയും മനറോളയും പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.